ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ നിമ്മിയനിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു ജ്യൂസിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇതിൻ്റെ പേര് ഡയമണ്ട് ജ്യൂസ് എന്നാണ്. പേരൊന്നും കേട്ട് പേടിക്കണ്ട കേട്ടോ. ഇത് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ജ്യൂസും ഫുൾ ഡേ എനർജി ആയിട്ട് നിൽക്കാനും പറ്റിയൊരു ജ്യൂസാണ്. ഒരു നേരത്തെ ഫുഡ് സ്കിപ്പ് ചെയ്താൽ കൂടെ നമുക്ക് ഈ ഒറ്റ ജ്യൂസ് കൊണ്ട് വിശപ്പില്ലാതെ ഫുൾ ഡേ നിൽക്കാൻ പറ്റും. വീഡിയോയിലോട്ട് പോകാം. അതിനായിട്ടൊരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് 1 കപ്പ് ഓട്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. 240 ml കപ്പിൽ 1 കപ്പ് ഓട്സ് ആണ്. ഇനി നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കണം. അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കണം, ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം നമ്മളിത് ചൂടാക്കിയെടുക്കാനായിട്ട്. ഇതിൻ്റെ കളറൊന്നും മാറേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ലൈറ്റായിട്ട് ചൂടായാൽ മതി. നമ്മളത് ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ നമുക്കറിയാം ചൂടാവുന്നുണ്ടെന്ന്. ആ ഒരു ചൂട് മതി. ഇപ്പോൾ അത് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ആറാൻ വേണ്ടി വയ്ക്കാം. ഇപ്പം നമ്മുടെ ഓട്സ് ഒക്കെ തണുത്ത് വന്നിട്ടുണ്ട്. അത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് ചേർക്കുന്നത് ഒരു ചെറിയ പഴമാണ്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഏത് പഴമാണ് ഉള്ളതെന്ന് വെച്ചാൽ അത് ചേർത്താൽ മതി. റോബസ്റ്റ പഴമോ അല്ലെങ്കിൽ പാളയംകുടം പഴമോ ഏത് വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. പിന്നെ ചേർക്കുന്നത് ഒരു 2 വാൾനട്ട്സ് ആണ്. അതിനുശേഷം കാഷ്യൂ നട്ട്, അതൊരു 5 പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ ചേർക്കുന്നത് ആൽമണ്ട് ആണ്, അതൊരു 6 പീസ് ഉണ്ട്. ഇതൊക്കെ നിങ്ങളുടെ ആവശ്യാനുസരണം ചേർക്കാവുന്നതാണ് കേട്ടോ. നമ്പർ ഒന്നും ഒരു ഫിക്സഡ് അല്ല, ആവശ്യത്തിന് ചേർക്കുക. പിന്നെ ചേർക്കുന്നത് ഒരു 4 പിസ്തയാണ്. പിന്നെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി 2 ഏലക്ക. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ ഷുഗർ. പിന്നെ ചേർക്കുന്നത് കണ്ടൻസ് മിൽക്കാണ്, അതും 1 ടേബിൾ സ്പൂണോളം ചേർക്കുന്നുണ്ട്. നമ്മൾ 1 കപ്പ് ഓട്സ് എടുത്തിട്ടില്ലേ, അപ്പോൾ അതിന് ഒരു മധുരം വേണമല്ലോ. അപ്പോൾ അതിനൊക്കെയാണ് ഈ മധുരങ്ങളൊക്കെ ചേർക്കുന്നത് കേട്ടോ. ഇനിയും ചേർക്കുന്നത് ഡേറ്റ്സിൻ്റെ സിറപ്പാണ്. ഡേറ്റ്സിൻ്റെ സിറപ്പില്ല, ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഡേറ്റ്സ് ആയിട്ടുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ഒരു 2 നമ്പറൊക്കെ ചേർത്ത് കൊടുത്താൽ മതി ഡേറ്റ്സ്. അതിനുശേഷം ചേർക്കുന്നത് തണുത്ത പാലാണ്. ഇത് ഞാൻ അരമണിക്കൂർ ഫ്രീസറിൽ വെച്ച പാലാണ്, നല്ലതായിട്ട് തണുപ്പിച്ചെടുത്ത പാലാണ്. ഇനി നമ്മൾ ലാസ്റ്റായിട്ട് ചേർക്കുന്നത് കുറച്ച് ഐസ് ക്യൂബ്സ് ആണ്. എന്നാലല്ലേ നല്ലൊരു തണുപ്പ് നമുക്ക് കിട്ടത്തുള്ളൂ. അതിനുവേണ്ടി കുറച്ച് ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇനി ഇതെല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ ഓട്സ് അടിയിലല്ലേ കിടക്കുന്നത്, അപ്പോൾ അതെല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് ഒരു സ്പൂൺ വെച്ചിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്യുക. അപ്പോഴാണ് നമുക്ക് നല്ലതായിട്ടതൊന്ന് ഗ്രൈൻഡ് ചെയ്ത് കിട്ടത്തുള്ളൂ. ഇത് നല്ല ഹെൽത്തി ആയിട്ടും അതുപോലെ തന്നെ ഒരു ദിവസം മുഴുവൻ എനർജി ആയിട്ട് നമുക്ക് നിൽക്കാൻ പറ്റും. ഈ ഒരൊറ്റ ഒരു ജ്യൂസ് കുടിച്ചാൽ മതി കേട്ടോ. ഇതിപ്പം അടിച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊരു സെർവിങ് ഗ്ലാസ്സിലോട്ട് മാറ്റാം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആരെങ്കിലും പുതിയതായിട്ട് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടെ പ്രസ് ചെയ്യുമ്പോഴാണ് ഞാനിടുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഈ ജ്യൂസ് കുടിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ആ നട്ട്സൊക്കെ ഒന്ന് കടിക്കാൻ കിട്ടും. അതൊരു പ്രത്യേക ടേസ്റ്റാണ് അല്ലേ. അങ്ങനെയൊക്കെ നമ്മൾ ജ്യൂസ് കുടിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നട്ട്സൊക്കെ കടിക്കാൻ കിട്ടുന്നത്. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. ഞാനിത് ഫോട്ടോയ്ക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തതാണ്. ഏറ്റവും മുകളിലായിട്ട് ചെറിയാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കുറച്ച് ബൂസ്റ്റ് ഉപയോഗിച്ചൊരു ഹാർട്ട് ഷേപ്പും കൂടെ വരച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്ക് അത് ഒന്നും കൂടെ അട്രാക്റ്റ് ആണ് അല്ലേ ജ്യൂസൊക്കെ കുടിക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോയുമായിട്ട് വരുന്നത് വരേക്കും താങ്ക് യു, ബൈ.